അപ്പം ഈ കൊച്ചു സുന്ദരി പെണ്ണിൻ്റെ കുസൃതിയും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നേരെ പടക്കമൊക്കെ മേടിക്കാനായിട്ട് പോയത് ദീപാവലിക്കുള്ളത്. പക്ഷേ പോയിടത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നുകൊണ്ട് ചോദിച്ച് അവസാനം ഞങ്ങളത് ഈ ബാലാജി പടക്കക്കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല റേറ്റ് കുറവാണ്, ഹോൾസെയിലായിട്ട് കൊടുക്കണമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കസ്റ്റമർ സർവീസ് പറയാണ്ടിരിക്കാവേ, പ്രത്യേകിച്ച് ഈ പയ്യൻ ബദ്രി, എനിക്ക് അവനങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞു പ്രായത്തിൽ അവൻ നല്ല ബിസിനസ് മൈൻഡഡ് ആണ് കേട്ടോ. അവന് നന്നായിട്ട് ബിസിനസ് ചെയ്യാനറിയാം. അവൻ്റെ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമത്തെ തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവനെ ഞങ്ങൾക്ക് അങ്ങ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പടക്കങ്ങളും എല്ലാമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഞങ്ങളുടെ പരിപാടി അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് പറയണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. കുഞ്ഞുണ്ണിക്കൊക്കെ ഇതാണ് ഇഷ്ടം. അപ്പുക്കുട്ടന് എല്ലാം പേടിയാണ് കേട്ടോ. അപ്പുക്കുട്ടൻ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ ഫ്ലോപ്പ് ഉണ്ടായിരുന്നു, അതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഓലപ്പടക്കവും മാലപ്പടക്കവും ഒക്കെ പൊട്ടിച്ച് 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി കൂടെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദീപാവലി വരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പടക്കമുണ്ടായിരുന്നു. എന്നാലും ദീപാവലിയുടെ തലേ ദിവസം ഞങ്ങൾ വേറൊരു കട കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചും കൂടെ റേറ്റ് കുറവാണെന്ന്. അത് പോത്തങ്കോട് വാവറമ്പലത്തു നിന്ന് ഉള്ളിലേക്കായിരുന്നു. 365 ഡേയ്സും തിരക്കുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ ചെന്നപ്പോൾ അവളുടെ അവസ്ഥ ഇതായിരുന്നു. ബീവറേജസിൽ പോലും ഇത്രയും ക്യൂ ഉണ്ടാവില്ല, അമ്മാതിരി തിരക്ക്. പിന്നെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഗോഡൗണിൻ്റെ ബാക്കിൽ കൂടെ കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ സാധനം. മയിലെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. വാങ്ങിയപ്പോൾ ചോദിച്ചില്ല എങ്ങനെ കത്തിക്കാനുള്ളതെന്ന്. അവസാനം കൂലങ്കക്ഷമായ ചിന്തകൾക്കൊടുവിൽ ഞങ്ങൾ 2 വള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് കത്തിക്കാൻ തീരുമാനിച്ച്. 250 രൂപയാണ് സാധനം. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാല്ല, സംഗതി കയ്യിൽ നിന്ന് പോയി, ഫ്ലോപ്പായിപ്പോയി. ആ അറ്റത്തല്ല കത്തിക്കേണ്ടിയിരുന്നത്, മേളിലായിരുന്നു കത്തിക്കേണ്ടത്. ഞങ്ങളുടെ മിസ്റ്റേക്കായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി. ഓവറോൾ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗത്തൊന്നും കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പേടിച്ചിരുന്ന അപ്പുക്കുട്ടൻ പറഞ്ഞു, ഇനി ഞാനും കത്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അപ്പുക്കുട്ടൻ കുറച്ച് പൂക്കുറ്റിയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചു തുടങ്ങി. ധൈര്യം വന്നു തുടങ്ങിയതാണ് കേട്ടോ. ചെറിയ ഓലപ്പടക്കൊക്കെ ചെറുതായിട്ട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദീപാവലി ആഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ബിലേറ്റഡ് ആണെങ്കിൽ ഒരു ഹാപ്പി ദീപാവലി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.